भारत माता के बोलो बीजेपी। जय जय बीजेपी, जय जय बीजेपी, जय जय मनोजन, जय जय मनोजन, बोलो भारत माता के जय। അഭിവാദ്യങ്ങൾ 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 മനോജേട്ടൻ അഭിവാദ്യങ്ങൾ മനോജേട്ടൻ അഭിവാദ്യങ്ങൾ 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 മനോജേട്ടൻ അഭിവാദ്യങ്ങൾ മനോജേട്ടൻ അഭിവാദ്യങ്ങൾ ജയ് 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 ഭാരത് മാതാ ജയ് 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 ഭാരത് മാതാ ജയ് 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 ബിജെപി ജയ് 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 ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി അഭിവാദ്യങ്ങൾ 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 മനോജേട്ടൻ അഭിവാദ്യങ്ങൾ മനോജേട്ടൻ അഭിവാദ്യങ്ങൾ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി അഭിവാദ്യങ്ങൾ 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 മനോജേട്ടൻ അഭിവാദ്യങ്ങൾ മനോജേട്ടൻ അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ലോക് ഭാരത് മാതാ കി അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി എന്നെ നിയോഗിച്ചതിൽ ഉള്ള അതിയായ സന്തോഷം ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ 2016 ഞാൻ പട്ടാമ്പിയിൽ നിന്ന് മത്സരിച്ചിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഈ നിയോഗം എന്നിൽ വന്നു ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പട്ടാമ്പിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പോരാട്ടമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കും. അതിന്റെ ഭാഗമായിട്ട് പട്ടാമ്പിയും തീരും. അതിൽ എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ആണ് ഞാൻ ഈ സമയത്ത് എല്ലാവരോടും ഭാരതീയ ജനതാ പാർട്ടിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രചരണത്തിനുള്ള കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇങ്ങനെയാണ് പ്രചരണം സ്റ്റാർട്ട് ചെയ്തത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വളരെ കുറച്ച് ദിവസങ്ങളിൽ താഴെത്തട്ടിലേക്ക് ഞങ്ങളുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തിലാണ്. ആ കുറച്ച് ദിവസം ഉണ്ടെങ്കിലും ശരി, വളരെ സജീവമായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കും. വളരെ ശക്തമായിട്ടുള്ള പ്രചരണത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം, ഒരു മാറ്റം പട്ടാമ്പിയിലും ഉണ്ടാവും. മാറാത്തത് മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം പട്ടാമ്പിയിലും പ്രാവർത്തികമാവും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മുൻകാലങ്ങളിൽ വിചാരിച്ച അത്ര ഒരു മുന്നേറ്റം പട്ടാമ്പി മണ്ഡലത്തിൽ ഉൾപ്പെടെ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്താണ്? ഇല്ല, പാർട്ടിക്ക് അങ്ങനെ വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങൾക്ക് മുന്നോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ രീതിയിൽ മുൻകാലങ്ങളിൽ നിന്നുണ്ടായിരുന്നതിനേക്കാൾ അപേക്ഷിച്ച് 2016 ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടായി. ആ മുന്നേറ്റങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾക്ക് വോട്ടിംഗ് പെർസെന്റേജിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്.